നമസ്കാരം. അപനമഞ്ചേരി മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ അധ്യായം, ചരിത്ര പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായമാണ് നോക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യയുടെ ഭരണഘടന, അവകാശങ്ങളും ചുമതലകളും. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? എന്താണ് മൗലിക അവകാശം? എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ ഉത്തരം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എ പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത, ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശം. രാഷ്ട്രം അനുവദിച്ചു കൊടുക്കേണ്ട അവകാശങ്ങൾ, ഏതൊരു സാഹചര്യത്തിലും രാഷ്ട്രം അനുവദിച്ചു കൊടുക്കേണ്ട അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദേ ആർ ഇന്നെവിറ്റബിൾ ഫോർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ പൗരൻ്റെയും ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ഫണ്ടമെൻ്റൽ റൈറ്റുകൾ. ദേ ആർ വെരി എസെൻഷ്യൽ ഫോർ ലീഡിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. മാന്യമായൊരു ജീവിതം നയിക്കുന്നതിന് ഓരോ പൗരനും ഒഴിച്ചുകൂടാനാവാത്തതാണ് മൗലികാവകാശങ്ങൾ. സോ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ദെയർ പ്രൊട്ടക്ഷൻ ആർ വെരി ഇമ്പോർട്ടൻ്റ് ഇൻ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങളും അവയുടെ സംരക്ഷണവും ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്ര മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്? ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അത് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് റൈറ്റ് ടു ഇക്വാളിറ്റി. റൈറ്റ് ടു ഇക്വാളിറ്റി, ഇക്വാളിറ്റി തുല്യത, സമത്വം. അപ്പോൾ മലയാളത്തിൽ ഇതിനെ സമത്വ അവകാശം എന്ന് പറയാം. എന്താണ് സമത്വ അവകാശം എന്ന് പറഞ്ഞാൽ? സമത്വ അവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാരെയും സമന്മാരായി പരിഗണിക്കും, തുല്യതയോടെ പരിഗണിക്കും എന്നാണ് അർത്ഥം. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജെൻഡർ ഇൻഇക്വാളിറ്റി, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ്, ബേസ്ഡ് ഓൺ കാസ്റ്റ്, ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിവുകൾ ഉണ്ടാവില്ല. ജെൻഡർ ഇൻഇക്വാളിറ്റി, സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ ലിംഗ സമത്വം പാലിക്കുമെന്നർത്ഥം. ലിംഗ അസമത്വം ഉണ്ടാവില്ല. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്, ജന്മസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏത് സ്ഥലത്ത് ജനിച്ച ആളാണ് എന്നത് നോക്കി യാതൊരു ഡിസ്ക്രിമിനേഷനും ഉണ്ടാവത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജനന സ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ യാതൊരു വേർതിരിവും ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ ഉണ്ടാകത്തില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനു വേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, എൻഷുർ ഇക്വാലിറ്റി ബിഫോർ ലാ, നിയമത്തിന് മുന്നിലെ തുല്യത. രാജ്യത്തെ നിയമങ്ങൾക്ക് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരായിരിക്കും. സെക്കൻഡ് വൺ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ on the basis of caste, religion, race, sex, place of birth, etc. Prohibition of discrimination. വേർതിരിവുകൾ പാടില്ല. വേർതിരിവുകളെ തടഞ്ഞിട്ടുണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എക്സെട്ര. ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ആൺ പെൺ ജെൻഡർ വ്യത്യാസത്തിൻ്റെയോ ജനന സ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും പാടില്ല എന്നർത്ഥം. മൂന്നാമത്തേത്, എൻഷുർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്സ്. ഗവൺമെൻറ് ജോലികളിൽ തുല്യത അല്ലെങ്കിൽ അവസര സമത്വം ഉറപ്പുവരുത്തുക. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, പണ്ടുണ്ടായിരുന്ന ഒരു ദുരാചാരമാണ്. അങ്ങനെ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഒഴിവാക്കുക. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ടൈറ്റിൽസ് സ്ഥാനപ്പേരുകളാണ്.
ബ്രിട്ടീഷുകാരന്മാരുടെ കാലത്ത് ഇന്ത്യയിലെ ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്ന ചില ഇന്ത്യക്കാർക്ക് അവർ നൽകിയ ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ, അതെല്ലാം സ്വതന്ത്ര ഇന്ത്യയുടെ ഗവൺമെൻറ് അബോളിഷ് ചെയ്തു. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിത്രയുമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി എന്നതിൽ നമ്മൾ ഓർക്കേണ്ട പ്രധാന പോയിന്റുകൾ. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം, രണ്ടാമത്തെ മൗലികാവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഫ്രീഡം. റൈറ്റ് ടു ഫ്രീഡം എന്നതിൽ എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് നമുക്കുള്ളതെന്ന് ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കുവാനും ആശയപ്രകടനത്തിനും ഉള്ള സ്വാതന്ത്ര്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാം. രണ്ടാമത്തേത് ആവിഷ്കാര സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുവാനുള്ള അവകാശം. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുവാനുള്ള അവകാശം. ഒപ്പം മറ്റു ചില അവകാശങ്ങൾ കൂടി തന്നിട്ടുണ്ട്. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം. സംഘടനകൾ രൂപീകരിക്കാം. ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയും നമുക്ക് സഞ്ചരിക്കാം. ഫ്രീഡം ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും നമുക്ക് താമസിക്കാം. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്കുപ്പേഷൻ, ട്രേഡ്, ബിസിനസ്, നമുക്കിഷ്ടമുള്ള തൊഴിൽ ചെയ്യാം, നമുക്കിഷ്ടമുള്ള കച്ചവടം നടത്താം, നമുക്കിഷ്ടമുള്ള ബിസിനസ്സിൽ ഏർപ്പെടാം. ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ളത്, നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ളത്. നമുക്ക് നിയമം അനുവദിക്കാത്ത ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് അർത്ഥം. നമുക്ക് മയക്കുമരുന്ന് ബിസിനസ് ചെയ്യണം, നമുക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്ന ബിസിനസ് ചെയ്യണം, അതൊന്നും പറ്റത്തില്ല. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്കുപ്പേഷൻ, ഏതൊരു തൊഴിലും ചെയ്യാം, ഏതൊരു വ്യാപാരവും നടത്താം, എന്ത് ബിസിനസ്സും ചെയ്യാം. ദെൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, അതാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. വ്യക്തി സ്വാതന്ത്ര്യവും അനുവദിച്ചു തരുന്നുണ്ട്. ദെൻ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6-14 years. 6 മുതൽ 14 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉണ്ട്. അതായത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക്. ലാസ്റ്റ് വൺ, പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അതായത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള സ്വാതന്ത്ര്യം. അന്യായമായ അറസ്റ്റും തടങ്കലും അത് രണ്ടിലും നിന്നുള്ള സംരക്ഷണം നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം എന്നതിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ വരുന്നതാണ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നതാണ്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം എന്നാണ്. ഇന്ത്യയിലെ ഒരു പൗരനെയും മറ്റൊരു പൗരനും ഒരർത്ഥത്തിലും ചൂഷണം ചെയ്യാൻ പാടില്ല എന്നതാണ് അർത്ഥം. അതിനുവേണ്ടി നമ്മുടെ ഭരണഘടനയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ്സ് ആർ പ്രൊഹിബിറ്റഡ്. നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുക, അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനെ കടത്തിക്കൊണ്ട് പോകുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത്, എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടേഴ്സ് ആർ ഫോർബിഡൻ. കൊച്ചു കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലും അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റ് തൊഴിൽ സാഹചര്യങ്ങളിലും അപകടകരമായ തൊഴിൽ മേഖലകളിലും പണിയെടുപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടേഴ്സ് ആർ ഫോർബിഡൻ. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നതാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് അനുഷ്ഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം
നമ്മുടെ ഭരണഘടന അനുവദിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സെക്യുലർ കൺട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് സെക്യുലറിസമാണ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഒഫീഷ്യൽ റിലീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക മരം, ഔദ്യോഗിക മൃഗം ഒക്കെ നമുക്കുണ്ട്, ഔദ്യോഗിക ഭാഷയുണ്ട്. പക്ഷേ ഔദ്യോഗിക മതം ഇന്ത്യക്കില്ല. കാരണം ഇന്ത്യ സെക്യുലർ കൺട്രിയാണ്, മതനിരപേക്ഷ രാജ്യമാണ് എന്നർത്ഥം. ഇന്ത്യ ഡസ് നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. ഒരു മതത്തിനും പ്രാധാന്യമില്ല. ബട്ട് റിലീജിയസ് ഫ്രീഡം ഈസ് എൻഷേർഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ഓരോരുത്തർക്കും റിലീജിയസ് ഫ്രീഡം അനുവദിച്ചിട്ടുണ്ട്, ഓരോരുത്തർക്കും മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഏതൊരു മതവും പ്രചരിപ്പിക്കാം, പിന്തുടരാം, അത് ഫോളോ ചെയ്യാം, അല്ലേ? ഇതിനുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊരു മതവും നമുക്ക് സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം, അത് പിന്തുടരാം. സെക്കൻഡ് വൺ, ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസസ്. മതപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ട, മതപരമായോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനുമുള്ള അവകാശം നമുക്ക് തന്നിട്ടുണ്ട്. മൂന്നാമത്തേത്, റൈറ്റ് അഗേൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിങ് എ പർട്ടിക്കുലർ റിലീജിയൻ. ഒരു പ്രത്യേക മതത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പണം ചെലവാക്കുന്നെങ്കിൽ ആ പണം ടാക്സ് അവോയ്ഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അറ്റ് ദ സെയിം ടൈം, റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എനി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ wholly maintained by the state or receiving aid from the state is prohibited. അതേ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ പണം പറ്റുന്നതോ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്നതോ ആയ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, അത് പാടില്ല. ഇത് ഇത്രയുമാണ് റിലീജിയസ് ഫ്രീഡം എന്നതിൽ പഠിക്കാനുള്ളത്. അടുത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. Cultural and educational rights have been included in the Constitution for the protection of the interest of the minority sections. നമ്മുടെ രാജ്യത്ത് മൈനോറിറ്റീസ് ഉണ്ട്, മെജോറിറ്റീസ് ഉണ്ട്, ഭൂരിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളുമുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തൊക്കെയാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ദെയർ ലാംഗ്വേജ്, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ സംരക്ഷിക്കുന്നതിന്. സ്ക്രിപ്റ്റ്, ലിപി, അവരുടെ സംസ്കാരം, കൾച്ചർ. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. സെക്കൻഡ് വൺ, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ചോയ്സ്. റിലീജിയസ് മൈനോറിറ്റീസിനും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനും അവരുടെ ഭാഷ പരിപോഷിപ്പിക്കുന്നതിന്, അവരുടെ മതം വളർത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള പ്രത്യേക അവകാശം ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. അതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നതിലുള്ളത്. അടുത്തത് അവസാനത്തേത്, ആറാമത്തേത്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൗലികാവകാശങ്ങൾ 5 എണ്ണം, അവയിൽ ഏതെങ്കിലും ഒരെണ്ണം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് നേടിയെടുക്കുന്നതിനുള്ള അവകാശമാണ് ആറാമത്തെ മൗലികാവകാശം. അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊപ്പോസസ് റെമഡിയൽ മെഷേഴ്സ് ഇഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും വയലേറ്റ് ചെയ്താൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആസ് പെർ ദിസ് റൈറ്റ്, ഈ അവകാശം അനുസരിച്ച്
If the fundamental rights are violated, an individual can approach either the Supreme Court or the High Courts for enforcing them. അതനുസരിച്ച് ഏതെങ്കിലും ഒരു പൗരന് ഏതെങ്കിലും ഒരു മൗലികാവകാശം നിഷേധിക്കപ്പെട്ടു എങ്കിൽ ആ പൗരന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതികളെയോ സമീപിക്കാം ആ മൗലികാവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ കോടതികളെ സമീപിക്കാനുള്ള അവകാശം ആണ് 6ാമത്തെ മൗലികാവകാശം. The orders issued by the respective courts for the enforcement of the fundamental rights are known as writs. അങ്ങനെ ഫണ്ടമെന്റൽ റൈറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളെ WRIT റിട്ട് എന്ന് പറയും. മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേക ഉത്തരവുകളെ റിട്ടുകൾ എന്ന് പറയുന്നു. The orders issued by the respective courts for the enforcement of the fundamental rights are known as writs. അടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശക തത്വങ്ങൾ എന്നാണ് അർത്ഥം. ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് മൗലികാവകാശങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിർദ്ദേശക തത്വങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അവകാശം എന്നതിനെ പറയാൻ പറ്റില്ല, നിർദ്ദേശം, അങ്ങനെയുള്ള നിർദ്ദേശം ഏതെങ്കിലും നമുക്ക് ലംഘിക്കപ്പെട്ടാൽ നമുക്കതിന് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോഷ്യോ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് വിച്ച് ആർ ഹെൽപ്ഫുൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് സൃഷ്ടിക്കുവാൻ, ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പദ്ധതികൾ എന്തെല്ലാം ആവണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ല എന്ന് പറഞ്ഞൊരു പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പ്രത്യേക അർത്ഥം. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ചില പ്രധാന കാര്യങ്ങൾ മഹാത്മാഗാന്ധിയുടെ സംഭാവനയാണ്. അതുകൂടി നമ്മൾ ഓർത്തിരിക്കുക. അവ ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ്, ചെറുകിട അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളെന്നോ ഗ്രാമീണ വ്യവസായങ്ങളെന്നോ ഒക്കെ പറയുന്ന വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പ്രൊഹിബിഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്, ലഹരി പദാർത്ഥങ്ങൾ, അവയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഇതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഗാന്ധിജിയുടെ സംഭാവനകളാണ്. പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലുള്ളതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും വളരെ പ്രധാനപ്പെട്ടതല്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഒരു രാജ്യത്തെ പൗരന്മാർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അവർക്ക് മൗലികമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കാനായിട്ട് കൂടിയുണ്ട്. ഒരു രാജ്യത്തെ പൗരന്മാർ മൗലികമായ അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് മൗലികമായ കർത്തവ്യങ്ങൾ കൂടിയുണ്ട്. ഭരണഘടനയുടെ 4A അനുച്ഛേദത്തിൽ മൗലികമായ കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. മൗലികമായ കർത്തവ്യങ്ങളെന്ന് പറയുന്നത് ചെയ്യാൻ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ദേശീയ പതാകയെ ബഹുമാനിക്കുക, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുക, ദേശീയ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ ആശയങ്ങളെ ബഹുമാനിക്കുക, സ്വാതന്ത്ര്യ സമര സേനാനികളെ ബഹുമാനിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 3ാമത്തെ അധ്യായത്തിൽ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നോർക്കുക, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയത്.